ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ഷീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 49ാമത്തെ പാഠമാണ്. ഈ വിഷ്ണുയോഗിൽ നമ്മളിപ്പോൾ മനുഷ്യരെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 തരം മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്, 3 തരം ദൈവങ്ങളാണുള്ളത്, 3 തരം മതങ്ങളാണുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രപഞ്ചത്തിൽ ശരിക്കും പറഞ്ഞാൽ 2 ശക്തികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വിഷ്ണു ശക്തിയും ഒന്ന് ശിവശക്തിയാണ്. വിഷ്ണു ശക്തി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ്, ശിവശക്തി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്. ബ്രഹ്മശക്തി ഉണ്ട്, പക്ഷെ ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. അത് ഒരു മതേതര സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതായത് നമ്മൾ സ്ത്രീ എന്നും പുരുഷനെന്നും പറയും, അതുകൂടാതെ 3ാമതൊരു വർഗ്ഗമുണ്ട്, കിന്നരന്മാർ അല്ലെങ്കിൽ ഹിജടകളെന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊരു പ്രാധാന്യമില്ല. എന്ന് പറഞ്ഞ പോലെ 3 ശക്തി പ്രപഞ്ചത്തിലുണ്ടെങ്കിലും പോസിറ്റീവ് നെഗറ്റീവാണ് ഇവിടെ പ്രബലമായി നിൽക്കുന്നത്. പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ശക്തിയാണ്. വിഷ്ണുവിൻ്റെ ശക്തി എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളായ ശ്രീരാമന്, ശ്രീകൃഷ്ണന്, ശ്രീ യേശു ഇവരെയൊക്കെ ആരാധിക്കുന്നവരെയാണ് നമ്മൾ വിഷ്ണു ഭക്തരെന്ന് പറയുന്നത്. ഇവർക്കാണ് പോസിറ്റീവ് എനർജി ഉള്ളത്. ഇവരെ ദേവന്മാരെന്ന് പറയുന്നത്. സത്യത്തിൽ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ദേവന്മാരെന്ന് പറയുന്നത് 33% അതിൽ കൂടെ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ശിവനെ മാത്രം ആരാധിക്കുന്നവരാണ് 33% വരുന്ന അസുരന്മാർ. ഒരു ശിവനെയും ശിവന്റെ ഭൂതഗണങ്ങളെയും ശിവന്റെ അടയാളമായ ചന്ദ്രനെയും നക്ഷത്രത്തെയും ഒക്കെ ആരാധിക്കുന്നവരാണ്. അവർ പൊതുവെ അഹങ്കാരികളും കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ ഗുണങ്ങളുള്ളവരും എന്താ പറയുന്നത് എല്ലാ നെഗറ്റീവ് ക്വാളിറ്റി ഉള്ളവരാണ്. പിന്നെ അവരുടെ ആരാധനകൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ആരാധനകളാണ്. പിന്നെ സതിയ, ചൈൽഡ് മാരേജ്, ലിംഗപൂജ, യോനി പൂജ, ലിംഗപരിച്ഛേദനം, ലിംഗപ്രദർശന, സന്യാസം, പിന്നെ മൃഗബലി, പശുബലി, നരബലി, പിന്നെ ആൾക്കാരുടെ പൈസയൊക്കെ അടിച്ചു മാറ്റുന്ന സ്വഭാവങ്ങൾ, ആചാരലംഘനം നടത്തുന്നത്, ഇതെല്ലാം ചെയ്യുന്നവരെ അസുരന്മാരെന്ന് പറഞ്ഞാൽ ഈ അസുരന്മാർ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പുനർജന്മമായിട്ട് കലിയുഗത്തിൽ അസുരന്മാരെല്ലാം പുനർജനിച്ച് ഇന്ന് ലോകത്ത് എത്ര മനുഷ്യരുണ്ട്? ഇവരെല്ലാം ത്രേതാ ദ്വാപര സത്യയുഗത്തിലെ കഴിഞ്ഞ യുഗങ്ങളിലെ എല്ലാ മനുഷ്യരും ഇവിടെ പുനർജനിച്ച് വന്നിരിക്കുകയാണ്. കാരണം ഇത് കലിയുഗത്തിന്റെ അവസാനമാണ്. ഭഗവാൻ കൽക്കിയായി അവതരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അധികം നാളുകളില്ല ഈ ലോകം, അതായത് മനുഷ്യരാശി ഇല്ലാതാവാൻ. അപ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ്. കലിയുഗത്തിന്റെ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ ഈ ലോകത്തെല്ലാം മനുഷ്യരെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൽക്കി അവതാരത്തോടുകൂടി ഈ ഭൂമി പ്രളയത്തിലാവുകയും പിന്നീട് പിന്നെ ഈ ഭൂമി വാതകാവസ്ഥയിൽ പതുക്കെ ഇതിനകത്തെ ജലമൊക്കെ വറ്റിയിട്ട് ഇത് ഉരുകി വാതകാവസ്ഥയിൽ മാറി ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചു ചേരാൻ പോവാണ്. ഇതിനെടുക്കുന്ന സമയമാണ് 432 കോടി വർഷം കൊണ്ടാണ് പ്രപഞ്ചം ജനിക്കുന്നത്. 432 കോടി വർഷം കൊണ്ടാണ് പ്രപഞ്ചം മരിക്കുന്ന പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്, വാതകാവസ്ഥയിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വരുന്നത്. പിന്നീട് ബ്രഹ്മാണ്ടം ഒരു വലിയൊരു ഗ്യാഷ്യസ് ബോളായിട്ട് മാറും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തണുത്ത് 432 കോടി വർഷം കൊണ്ട് ഇത് വീണ്ടും ജനിക്കുകയും വീണ്ടും മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ജീവകണങ്ങളായിട്ട് പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാണ്ടത്തിൽ നമ്മളുണ്ടായിരിക്കും. വീണ്ടും നമ്മൾ ജനിക്കും, വീണ്ടും നമ്മൾ മരിക്കും. ജനനം മരണം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.